VLOOKUPിലുള്ള ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ VLOOKUPിൽ എപ്പോഴും നമ്മൾ ലുക്കപ്പ് ചെയ്യുന്ന ഈ വാല്യൂ ആ ഡാറ്റയുടെ ഫസ്റ്റ് കോളം ആയിരിക്കണം. എന്നാലുള്ളൂ നമുക്ക് എപ്പോഴും VLOOKUP ചെയ്യുന്ന സമയത്ത് ഡാറ്റ റിട്രീവ് ചെയ്ത് കിട്ടുള്ളൂ. ജസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ സാധാരണ നമ്മൾ ഈ പേര് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഈ എംപ്ലോയി കോഡ് വെച്ചിട്ട് പേരൊന്ന് എടുക്കാം. അപ്പോൾ VLOOKUPിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് VLOOKUP കൊടുത്ത് ലുക്കപ്പ് വാല്യൂ കൊടുത്ത് നെക്സ്റ്റ് ടേബിൾ അറേ നമ്മൾ എന്ത് ചെയ്തു, ടേബിൾ സെലക്ട് ചെയ്തു, കോളം ഇൻഡെക്സ് നമ്പർ, നെയിം ഫസ്റ്റ് കോളാണ്, ഒന്ന് സെലക്ട് ചെയ്തു, 0. ഈ സമയത്ത് നമുക്ക് വാല്യൂ കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് കോളം എംപ്ലോയി കോഡ് കിടക്കുന്നത് ഇവിടെ മൂന്നാമത്തെ കോളത്തിലാണ്. നമ്മൾ ടേബിൾ അറേ സെലക്ട് ചെയ്തത് B3 മുതലാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ പേര് നമ്മൾ ഇതിൻ്റെ ഈ ഒരു കോളത്തിൻ്റെ റൈറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് വെക്കുകയാണെന്ന് വെച്ചാൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡാറ്റ കിട്ടും. അതായത് ലുക്കപ്പ് വാല്യൂ, ടേബിൾ അറേ നമ്മൾ ഈ ഒരു എംപ്ലോയി കോഡ് എവിടെയാണുള്ളത്, ഈ ഒരു കോളത്തിലാണല്ലോ. അപ്പോൾ അത് മുതൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് മുതൽ 1, 2, 3 മൂന്നാമത്തെ കോളത്തിൽ പേരുണ്ട്, 0. പേര് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ആളുടെ ഏജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഏജ് ഇതേപോലെ ഈ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്ന് വെക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ആണ് VLOOKUPിലുള്ള ഒരു മെയിൻ ഇഷ്യൂ ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് നമുക്കിപ്പോൾ ഡാറ്റ എവിടെയാണെന്നുണ്ടെങ്കിലും ലുക്കപ്പ് വാല്യൂ ഏത് കോളത്തിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഏത് കോളത്തിലുള്ള ഡാറ്റയും നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് മാച്ച് ഇൻഡെക്സ് എന്നുള്ള ഫംഗ്ഷൻ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ഇക്വേഷൻ ഇൻഡെക്സ് അറേ, അപ്പോൾ നമ്മൾ അറേ സെലക്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് റോ നമ്പർ. അപ്പോൾ അവിടെ നമ്മൾ മാച്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യണം. മാച്ചിൽ ലുക്കപ്പ് വാല്യൂ നമ്മൾ സെലക്ട് ചെയ്തു, ലുക്കപ്പ് അറേ, അതായത് ഈ എംപ്ലോയി കോഡ് ഏത് കോളത്തിലാണുള്ളത് ആ കോളം നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, 0, കോളം നമ്പർ, അതായത് ഈ നമുക്ക് ഏത് നെയിമാണ് വേണ്ടത്, നെയിം എത്രാമത്തെ കോളത്തിലാണ്, ഫസ്റ്റ് കോളത്തിലാണ്, 1 കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്തായി, നമുക്ക് പേര് അതേപോലെ, അതായത് ലുക്കപ്പ് വാല്യൂ നമുക്ക് ഏത് കോളത്തിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ മാച്ച് ഇൻഡെക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ വാല്യൂ ഏത് കോളത്തിൽ നിന്നും നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ കോളം എണ്ണേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഡാറ്റ സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് ഫ്രം സെലക്ഷനിൽ പോയിട്ട് ടോപ്പ് റോ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇക്വേഷന് പകരം നമുക്ക് ഈ 1 എന്നുള്ളിടത്ത് കോളം സെലക്ട് ചെയ്തിട്ട് നെയിമാണ് വേണ്ടതെങ്കിൽ നെയിം കൊടുക്കുക. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ. ഇനി നമുക്ക് ഡെസിഗ്നേഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡെസിഗ്നേഷൻ. ഓക്കെ, നമ്മൾ ആ പേരിൽ നെയിമിൻ്റെ അവിടെ ഡെസിഗ്നേഷൻ കൊടുത്താൽ അതും കിട്ടുന്നതാണ്. അപ്പോൾ VLOOKUPിനെക്കാട്ടിലും ഒന്നും കൂടി മെച്ചമായിട്ടുള്ള, അതായത് മെച്ചപ്പെട്ട ഒരു ഇക്വേഷനാണ് ഈ മാച്ച് ഇൻഡെക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഡാറ്റ റിട്രീവ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡെസിഗ്നേഷൻ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഈ നെയിമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഡാറ്റ വാല്യൂഷൻ കൊടുക്കാം, ജസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരാളുടെ എംപ്ലോയി കോഡ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആളുടെ പേര് മാറുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പേരല്ല വേണ്ട, അവിടെ ഡെസിഗ്നേഷൻ വേണം. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ മാറുന്നില്ല. അപ്പോൾ അത് എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻഡെക്സ് അറേ സെലക്ട് ചെയ്തു, റോ നമ്പർ മാച്ച് ഫംഗ്ഷൻ ആഡ് ചെയ്തു,
ലുക്കപ്പ് വാല്യൂ കോമ ലുക്കപ്പ് അറേ സെലക്ട് ചെയ്തു കോമ എക്സാക്റ്റ് മാച്ച് കൊടുത്ത് കോമ നെക്സ്റ്റ് ഇനി കോളം നമ്പറിൽ വീണ്ടും നമ്മളൊരു മാച്ച് ഫംഗ്ഷൻ ആഡ് ചെയ്യാം. അതിൽ ലുക്കപ്പ് വാല്യൂ ഇത് കൊടുക്കുന്നു ആൻഡ് ലുക്കപ്പ് അരയിൽ നമ്മൾ എന്ത് ചെയ്യുക, നെയിം, ഏജ്, എംപ്ലോയി കോഡ്, ഈ ഡെസിഗ്നേഷൻ ഈ ഹെഡിങ്ങിൻ്റെ മാത്രം കൊടുക്കുക ആൻഡ് മാച്ച് ടൈപ്പ് 0 കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയി കോഡ് മാറ്റുന്ന സമയത്ത് പേര് മാറി വരുന്നുണ്ട്. ഇനി ഇതേ സംഭവം തന്നെ നെയിം മാറ്റിയിട്ട് ഏജ് ആക്കുന്ന സമയത്ത് ആ ഏജ് മാറി വന്ന് അതേപോലെ ഡെസിഗ്നേഷൻ അങ്ങനെ എത്ര ഹെഡിങ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഈ ഒരു മാച്ച് ഇൻഡെക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്യാവുന്നതാണ്.